ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ വിഷയമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്കൊരു സത്യം മനസ്സിലാകും. ഞാൻ മാറുന്നില്ല, എന്നെ ആരോ മാറ്റുകയാണ്. അത് വേറെ ആരുമല്ല, ഭഗവാൻ മഹാദേവൻ തന്നെയാണ്. ഭഗവാൻ നിങ്ങളെ ആകർഷിക്കാൻ തുടങ്ങിയാൽ അത് വളരെ ശബ്ദത്തോടെയോ വലിയ സംഭവങ്ങളോടെയോ ഒന്നുമല്ല, വളരെ ശാന്തമായി നിശബ്ദമായി ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. ഒരു നിശ്ചിത കാലത്തിന് മുൻപ് വരേക്കും നിങ്ങൾ വളരെയധികം കഷ്ടങ്ങളെ അനുഭവിച്ചിട്ടിരിക്കാം. ആരോടും പറയാൻ കഴിയാത്ത വേദനയും വിശ്വാസവഞ്ചനയും ഒറ്റപ്പെടലും തോൽവികളും എല്ലാം തുടർച്ചയായിട്ട് ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. എത്രയധികം ശ്രമിച്ചു കഴിഞ്ഞാലും ഒന്നുമേ ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ആ നേരങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി തകർന്നു പോയില്ല എങ്കിൽ അതാണ് മഹാദേവൻ ആ അവസ്ഥയിലിരുന്ന് നിങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം. മഹാദേവൻ ആദ്യം തകർക്കുകയാണ്, പിന്നീടാണ് പുനർനിർമ്മാണം ചെയ്യുന്നത്. ചിലർക്ക് തുടർച്ചയായി ശിവനെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കും. എവിടെ നോക്കിയാലും ഭഗവാന്റെ സംബന്ധപ്പെട്ട വാക്കുകളോ പടങ്ങളോ കാണാൻ പറ്റും, പാട്ടുകൾ കേൾക്കാൻ പറ്റും, വീഡിയോകൾ കാണാൻ പറ്റും. അപ്രതീക്ഷിതമാണ് എന്ന് അത് തോന്നും, പക്ഷേ അതൊരിക്കലും അപ്രതീക്ഷിതമല്ല. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും ഒരേ വൈബ്രേഷനിൽ ശിവശക്തിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണത്. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ പഴയ കാലത്തുള്ള ഭയം, കോപം, അസൂയ, വെറുപ്പ് ഇതെല്ലാം പതിയെ കുറയാൻ തുടങ്ങും. നിങ്ങളുടെ ക്ഷമ അധികമാകാൻ തുടങ്ങും. മുൻപെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിരുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ അത് വേറെ ഒരു രീതിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചിരിക്കും. അതെല്ലാം ഭഗവാൻ മഹാദേവൻ നിങ്ങളെ സംരക്ഷിക്കുകയാണ് എന്നതിൻ്റെ അടയാളങ്ങളാണ്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ ആശ്ചര്യമായിട്ട് തോന്നും. ഇതിന് കാരണം ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കുള്ളിൽ ഒരു സമനിലയെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നതാണ്. തകർച്ചയും സമാധാനവും ഒരേ ശക്തിയാണെന്ന് മഹാദേവൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. ആ സമനില നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ പുറം ലോകത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങളെ അധികമായിട്ട് ബാധിക്കില്ല. പലർക്കും സ്വപ്നങ്ങളിൽ ഭഗവാൻ മഹാദേവൻ വരാൻ തുടങ്ങും. ചിലർക്ക് അടയാളങ്ങളായിട്ട് വരും, ചിലർക്ക് ചിഹ്നങ്ങളായിട്ട് കാണും. സ്വപ്നം വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ സ്വപ്നം കണ്ടതിന് ശേഷം ഒരു പ്രത്യേക സമാധാനം നിങ്ങൾക്കുണ്ടാകും. ചില സമയങ്ങളിലൊക്കെ ഈ സ്വപ്നം കണ്ട നാളിൽ ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാനിടയാകും, അല്ലെങ്കിൽ ഒരു വ്യക്തമായ തീരുമാനം നിങ്ങൾക്കെടുക്കാൻ പറ്റും. സ്വപ്നങ്ങൾ മൂലമായി ഭഗവാൻ മഹാദേവൻ വഴികാട്ടാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ലക്ഷണമാണിത്. നിങ്ങൾ ഇനിമേൽ ആൾക്കൂട്ടത്തിലിരിക്കുന്നതിനേക്കാളിലും തനിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങും. ഇത് മനസ്സിലെ ക്ഷീണം കൊണ്ടല്ല, ഇത് ഒരു ആന്തരികമായ മാറ്റമാണ്. ശബ്ദമയമായ ഇടങ്ങളെക്കാളും ഒരു സൈലൻ്റായ ഇടങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, സത്യസന്ധമല്ലാത്ത ബന്ധം, അർത്ഥമില്ലാത്ത ബന്ധങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വിരസതയുണ്ടാക്കും. നിങ്ങൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങളുടെ ചിന്തകൾ ആഴമുള്ളതായിരിക്കും. ഇതാണ് ശിവശക്തി ഒരു മനുഷ്യനെ ഉള്ളിലേക്ക് നോക്കി തിരിക്കുന്ന വിധം. ചില നേരങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെയായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ദ്രോഹം ചെയ്തവരോട് പോലും കരുണ കാണിക്കാൻ തുടങ്ങും. പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്ത കുറയും. എല്ലാം അവരവർ കർമ്മ എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. ഈ തിരിച്ചറിവ് സാധാരണ അറിവാൽ വരുന്നതല്ല. അത് അനുഭവത്താലും മഹാദേവൻ്റെ അനുഗ്രഹത്താലും മാത്രം വരുന്നതാണ്. ശിവശക്തി ഒരു മനുഷ്യനെ ഉയർന്ന നിലയ്ക്ക് കൊണ്ടുചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഈസിയായിട്ട് നടക്കും. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഭയം പതിയെ കുറയാൻ തുടങ്ങും. വരാനിരിക്കുന്ന കാലത്തെപ്പറ്റിയുള്ള ഭയം, പണത്തെപ്പറ്റിയുള്ള വിഷമം, ബന്ധങ്ങളെപ്പറ്റിയുള്ള ഭയം ഇതെല്ലാം ഉണ്ടാകുമെങ്കിലും പഴയതുപോലെ നിങ്ങളെ മൊത്തത്തിൽ അടക്കി നിർത്താൻ പറ്റില്ല. നിങ്ങളെ അടക്കാൻ പറ്റില്ല. അത് നിങ്ങളെ തകർക്കില്ല. ഏതോ ഒരു ഉറച്ച വിശ്വാസം ഉള്ളിൽ തോന്നും. എന്തു വിഷയമാണെങ്കിലും ശരി, താങ്ങിക്കൊള്ളാൻ പറ്റും എന്നൊരു ഉണർവുണ്ടാകും.
അതൊരു ഉറപ്പായിരിക്കും. എന്താണെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസമുണ്ടാകും. ഇത് അഹങ്കാരം കൊണ്ടുണ്ടാകുന്നതല്ല, ഇത് ആത്മവിശ്വാസമാണ്. മഹാദേവൻ ശക്തി തരുന്ന വളരെ വലിയ ഒരു വരമാണിത്. പലർക്കും ശരീരക്ഷീണം കൂടെ ഉണ്ടാവും. ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ആശീർവാദം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം. കാരണം അറിയാത്ത ഒരു ക്ഷീണാവസ്ഥ, അധികം ഉറക്കം വേണ്ടിവരുന്ന പോലുള്ള ഒരവസ്ഥയുണ്ടാകും. ഇത് പലരും ഒരു അസുഖമാണെന്ന് തന്നെ ചിന്തിക്കും. എന്നാൽ പല സമയങ്ങളിൽ ഇത് നിങ്ങൾക്കുള്ളിൽ നടക്കും. എനർജി മാറ്റത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണിത്. പഴയ എനർജി പോയി പുതിയ നില ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം അതിനനുയോജ്യമായി ശരീരത്തെ മാറ്റിക്കൊള്ളും. അതുകൊണ്ടാണ് ശരീരക്ഷീണം ഉണ്ടാകുന്നത്. അതൊരു അസുഖമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിനി കുറച്ച് സത്യങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. സത്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കള്ളം പറയുമ്പോൾ മനസ്സത് സമ്മതിക്കില്ല. തെറ്റായ ഇടങ്ങളിൽ തെറ്റായ മനുഷ്യരോടൊപ്പം ഇരിക്കുമ്പോൾ ഉടനെ ഒരു അസൗകര്യം നിങ്ങൾക്ക് തോന്നും. ആ സ്ഥലത്ത് നിന്ന് പോകണമെന്ന് ഒരു ഉൾവിളിയുണ്ടാകും. ഇതാണ് മഹാദേവൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു വഴികാട്ടിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ അടയാളം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചിലർക്ക് പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകും. ചില ബന്ധങ്ങൾ താനെ അകന്നു പോകും. അത് നിങ്ങൾ ഒരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന്. അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ അധികമായിട്ട് പോരാടേണ്ട ആവശ്യമില്ല. വേദന ഉണ്ടാകും, പക്ഷേ ഒരു മനസ്സിലാക്കലും അവിടെ ഉണ്ടാകും. ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് കിട്ടും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. എല്ലാവരും ഒരേ യാത്രയിൽ അവസാനം വരെ ഉണ്ടാകില്ല എന്ന് നമ്മൾക്കറിയാം, അല്ലേ? അത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായി മനസ്സിലാകും. ശിവൻ ശക്തി ഏകത്വം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തുടർവുകളെ അറുത്ത് നിങ്ങളെ അടുത്ത നിലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പിരിവുകളൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ പറ്റാത്തവയാണ്. ഇങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നാൽ ഒരു വിഷയം മാത്രം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ജീവിതം ഇനി പഴയ പോലെ ആവില്ല. സുലഭമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അർത്ഥമുള്ളതായിരിക്കും. വെളിയിലുള്ളവർക്ക് നിങ്ങളുടെ ആ ഉള്ളിൽ അനുഭവിക്കുന്ന വിജയത്തെ അറിയാൻ കഴിയുന്നോ എന്ന് അത് മുഖ്യമല്ല. ഉള്ളിലൊരു പൂർണ്ണത ഉണ്ടാകും നിങ്ങൾക്ക്. അതാണ് ശിവാനുഗ്രഹത്തിൻ്റെ അടയാളം. ഈ നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്: എതിർക്കരുത്, ഭയപ്പെടരുത്, ധൃതി വയ്ക്കരുത്. നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശിവൻ ശക്തി ഒരു നാളും നിങ്ങളെ തെറ്റായ വഴിയിൽ കൊണ്ടുപോകില്ല. എന്നാൽ അവർ കാട്ടുന്ന വഴി നിങ്ങളുടെ അഹങ്കാരത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം, ഞാൻ എന്ന ഭാവത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം. അതുകൊണ്ടാണ് പൂർണ്ണമായും ശരണാഗതി മുഖ്യമാണെന്ന് പറയുന്നത് ശിവഭക്തിയിൽ. ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരിടത്ത് സത്യമാണെന്ന് ഉണർന്നെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യാത്രയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇത് അഭിമാനിക്കാനുള്ള ഒരു വിഷയമല്ല, ഇതൊരു ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വത്തിനുള്ള ക്ഷണമാണ്. ഭഗവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ വാക്കുകൾ ഇനിയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എന്താണെന്നാൽ ശിവൻ നിങ്ങൾ വഴി പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വഴിത്തിരിവിനെ മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യം മിസ് ചെയ്താൽ വീണ്ടും ഇതേ വിളി ഉണ്ടായെന്ന് വരില്ല ഒരുപക്ഷെ. സമാധാനത്തോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ യാത്ര ആരംഭിക്കും നിങ്ങൾ. പ്രപഞ്ചനാഥനായ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ജീവിതം ഈ നിലയിലിരുന്ന് ഇനിയൊരു വിധത്തിൽ നിങ്ങളെ പരീക്ഷിക്കാൻ തുടങ്ങും. അതെന്താണെന്ന് ചോദിച്ചാൽ, മുൻപ് നിങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങളെ കൈവിട്ടു പോകും. ചില കഥകൾ നിങ്ങൾക്ക് വേണ്ടി അടച്ചിടും മഹാദേവൻ. അത് കണ്ടിട്ട് നിങ്ങൾ തോൽവി എന്ന് വിചാരിക്കും. എന്നാൽ സത്യത്തിൽ അതെല്ലാം നിങ്ങളെ തെറ്റായ പാതയിലിരുന്ന് രക്ഷിക്കുന്ന കഥകളാണ്. ശിവൻ ശക്തി എപ്പോഴും നേരിട്ട് വന്ന് പഠിപ്പിക്കില്ല. ഓരോ അനുഭവത്തിൻ മൂലമാണ് സത്യത്തെ മനസ്സിലാക്കിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ മാറ്റങ്ങൾ, കൺഫ്യൂഷൻ ആകട്ടെ, ലോൺലിനെസ് ആകട്ടെ, സൈലൻസ് ആകട്ടെ, ഇതൊന്നും തെറ്റല്ല. ഇതൊരു വഴിത്തിരിവാണ് എന്ന് മനസ്സിലാക്കുക. ജീവിതം നിങ്ങളെ പുറത്തേക്ക് ഓടിക്കുവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് നടക്കുന്നത്.
അതുകൊണ്ട് റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്ന് ചോദിച്ച് നിങ്ങൾ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പകരം ഒന്ന് നിർത്തി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. സ്ലോ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ ആരെയോ അന്വേഷിച്ചിരുന്നില്ല, ആരോ നിങ്ങളെ അന്വേഷിക്കുകയാണ്. അത് വേറെ ആരുമല്ല, മഹാദേവൻ തന്നെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം പഴയ പോലെ നിങ്ങൾക്ക് തോന്നില്ല. പ്രശ്നങ്ങളില്ലാതെയാകുന്നില്ല അപ്പോഴും, പക്ഷേ നിങ്ങൾ അവയിൽ തകർന്നു പോകില്ല. എത്ര പ്രശ്നങ്ങൾ വന്നാലും തകർന്നു പോവാതെ നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും. ആ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്, മഹാദേവൻ, ഈ പ്രപഞ്ചശക്തി. കാരണം നിങ്ങൾക്കൊരു ഉറച്ച അനുഭവം ഉണ്ടാകും, ഞാൻ ഒറ്റയ്ക്കല്ല. ആ റിയലൈസേഷൻ വന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം സാധാരണയായിട്ട് മാറില്ല. അതൊരു ആത്മീയ യാത്രയായിട്ട് മാറും. അതൊരു ഉള്ളിലെ ഉണർവാണ്. നിങ്ങൾ എന്തെങ്കിലും നേടാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടെത്താൻ പോകുകയാണ്. അവിടെ ഭയമോ അല്ലെങ്കിൽ അവിടെ ഒരു അകൽച്ചയോ ആവശ്യമില്ല. ശാന്തത മാത്രം മതി. ആ ശാന്തത തന്നെയാണ് മഹാദേവൻ, ആ ശാന്തത തന്നെയാണ് ശിവം. ഈ വീഡിയോ നിങ്ങളെ ടച്ച് ചെയ്തെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റായി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ആയത് എന്നറിയാൻ എനിക്ക് സന്തോഷമാകും. ഇതേപോലെ ആത്മീയമായ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്തുടരുക. കാരണം ഈ യാത്ര ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ചേർന്നാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമാകണമെന്ന് തോന്നിയെങ്കിൽ ഒരാളെങ്കിലും ഇത് കാണേണ്ടവർ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക, അവർക്കും ഈ വഴി കിട്ടാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ശാന്തമായിരിക്കുക. നിങ്ങളെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ മഹാദേവനുണ്ട്.